ഈ 2025 വർഷത്തിൽ BJPക്ക് നേടാൻ സാധിച്ച ഏറ്റവും വലിയ ഒരു വിജയവും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തോൽവി എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലുള്ള ഒരു തകർച്ചയിലേക്ക് മാറിയ ഒരു വലിയ തെരഞ്ഞെടുപ്പ് പരാജയമാണ് ഇപ്പോൾ അസമിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് അസമിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പൂർണ്ണ തോതിലുള്ള ഒരു കണക്ക് പുറത്തു വന്നപ്പോഴത്തേക്കും ഞെട്ടിക്കുന്ന തോൽവിയാണ് അവിടെ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതായത് കണക്കുകൾ പറയുന്നത് പ്രകാരം 2025 അസമിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP നേടിയത് ഒരു പ്രബല വിജയമാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് പോലും വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ കോൺഗ്രസ് അടപടലം തോറ്റ് തുന്നം പാടിയിരിക്കുന്നു എന്ന റിസൾട്ടാണ് പുറത്തു വന്നത്. അതായത് ജോർഹട്ട് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അപ്രതീക്ഷിത വിജയം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരുന്നു. BJPക്ക് ഒരു കനത്ത പ്രഹരമായിരുന്നു ആ സമയത്ത് സംഭവിച്ചത് അസമിൽ ഈ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ. പക്ഷേ ഗ്രാമീണ അസമിലെ BJPയുടെ ആധിപത്യം തകർക്കുമെന്ന് അതിനുശേഷം പ്രതിപക്ഷ നേതാക്കൾ ശുഭാപ്തി വിശ്വാസത്തോടെ വലിയ തോതിൽ സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കണക്ക് പുറത്തുവിട്ടപ്പോഴത്തേക്കും കോൺഗ്രസ്സിന് ഈ പറയുന്ന തരത്തിൽ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിൽ പ്രതീക്ഷ നൽകിയ അതേ ജില്ലയിൽ തന്നെ വെറും 3 അജാലിക് സീറ്റുകൾ മാത്രമേ അവർക്ക് നേടാനായുള്ളൂ എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം 73 സീറ്റുകൾ BJP തൂത്തുവാരി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2024 വളരെ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കിയ സ്ഥലത്താണ് കോൺഗ്രസിന്റെ ഈ ദയനീയ അവസ്ഥ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വെറും 3 അജാലിക് സീറ്റുകൾ മാത്രം കോൺഗ്രസിന് കിട്ടി. ബാക്കിയുള്ള 73 സീറ്റുകളും BJP തൂത്തുവാരിയിരിക്കുന്നു. ഇത് കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്നെ. ഇതിന് പിന്നാലെ 2026 നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു വലിയ വിജയം അത് വളരെ വലിയ തോതിൽ BJPയുടെ ശക്തി കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അസമിൽ. അതുമാത്രമല്ല ഈ 2018 കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും അജാലിക് പഞ്ചായത്ത് സീറ്റുകളിൽ NDAയുടെ ടോട്ടൽ വിഹിതം 2018 55%. അതിൽ നിന്നാണ് BJP ഇപ്പോൾ 2025 ആയപ്പോഴത്തേക്കും 76% ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കും. അതായത് 55 നിന്നും 76% BJPയുടെ വോട്ട് വിഹിതം അവിടെ ഉയർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ 35% ഉണ്ടായിരുന്ന കോൺഗ്രസ് 2018 35% ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ വെറും 18% കുറഞ്ഞിരിക്കുന്നു. അതായത് 18% താഴേക്ക് പോയിരിക്കുന്നു എന്ന വളരെ വലിയ തോതിലുള്ള ഒരു ദയനീയ അവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചതെന്ന് പറയുന്നത്. അത് മാത്രമല്ല 2192 സീറ്റുകളിൽ 1436 എണ്ണം BJP പിടിച്ചെടുത്തിരിക്കുന്നു എന്ന കാര്യവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല BJP ഒറ്റയ്ക്ക് 1265 അജാലിക് പഞ്ചായത്ത് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് 401 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. ജില്ലാ പരിഷത്ത് ഫലങ്ങളും ഒരുപോലെ ശ്രദ്ധേയമായിരുന്നു. BJP 397 സീറ്റുകളിൽ 272 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടി BJP. അതേസമയം NDA ടോട്ടലായിട്ട് 300-ലധികം സീറ്റുകൾ നേടിയിരുന്നു. ഈ സംഖ്യകൾ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങളെക്കാൾ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രാമീണ രാഷ്ട്രീയ വിശ്വസ്തതയിലെ അടിസ്ഥാനപരമായ പുനർക്രമീകരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് തന്നെ. ഗൊഗോയ് സഖ്യം ഏറ്റവും ശക്തമായിരിക്കേണ്ടിയിരുന്ന മേഖലകളിലാണ് പ്രതിപക്ഷ പ്രതീക്ഷകളുടെ തകർച്ച ഏറ്റവും കൂടുതൽ കാണപ്പെട്ടത് തന്നെ. അഖിൽ ഗൊഗോയിയുടെ സ്വന്തം ജില്ലയും അഹോം സ്വത്വ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത കേന്ദ്രവുമായ സിബ്സാഗറിൽ BJP 73 അജാലിക് സീറ്റുകൾ നേടിയപ്പോൾ റൈജോർ ദൾ 1 സീറ്റ് മാത്രമേ നേടിയുള്ളൂ. NDAയുടെ ആകെ സീറ്റ് 77 പ്രതിപക്ഷത്തെ പൂർണ്ണമായും തരിപ്പണമാക്കിയിരുന്നു.
അതുപോലെ തന്നെയാണ് സഖ്യം ശക്തമായി മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മറ്റ് അപ്പർ അസം ജില്ലകളിൽ സംഭവിച്ചത്. BJP തങ്ങളുടെ ആധിപത്യം നിലനിർത്തുകയോ വികസിപ്പിക്കുകയോ ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. ഭരണകക്ഷിക്കെതിരെ ഏകീകരിക്കുന്നതിന് പകരം അസാമീസ് അഹോം വോട്ടുകളുടെ വിഘടനം ഒന്നിലധികം ചിതറിപ്പോയതായിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ BJPയിലേക്ക് തന്നെ മാറിയതായിട്ടും തോന്നുന്നു. ഈ വിജയം, BJPയുടെ ഈ ഒരു വിജയം അപ്പർ അസമിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ടോട്ടൽ കണക്ക് പുറത്തു വന്നപ്പോൾ അസമിലെ മിക്ക ജില്ലകളിലും കോൺഗ്രസുമായി നേരിട്ടുള്ള മത്സരങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും BJP വിജയിക്കുകയുമാണ് അവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ബാർപേട്ട, ദാരംഗ്, ദുബ്രി, ഹൊജ എന്നിവയൊഴികെയുള്ള ന്യൂനപക്ഷ ആധിപത്യമുള്ള പ്രദേശങ്ങളാണ് ഇവിടെ പരമ്പരാഗതമായി മതസ്വത്വ രാഷ്ട്രീയം വലിയ പങ്കുവഹിക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പരിപൂർണ പരാജയമായിരുന്നു കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാണം കെട്ട ഒരു തോൽവിയാണ് കോൺഗ്രസ് ഇവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതായത് 2018 മികച്ച ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചു. പക്ഷേ 2025 ആയപ്പോഴത്തേക്കും 2024 വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്തിയ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലത്തിൽ പോലും കോൺഗ്രസ് ഒരു വർഷത്തിനിപ്പുറം അടിപതറി വീണ് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും BJPയുടെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് അവിടെയും കാണാൻ സാധിച്ചത്. പക്ഷേ ഈ അസമിലെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കേരളത്തിലെ ഏതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം കോൺഗ്രസിൻ്റെ ഈ ഒരു നാണംകെട്ട തോൽവി കേരളത്തിലെ പല പ്രമുഖ ചാനലുകളിലും വന്നിട്ടില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട്. കേരള മാപ്രകൾ അതും മുക്കിയെന്ന് വേണം ഉറപ്പിക്കാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും അസമിലെ ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഈ ഒരു വമ്പൻ വിജയം, അതായത് ഒരു ക്ലീൻ വിക്ടറി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അത്രയ്ക്കും വമ്പൻ വിജയം. ഇത് തീർച്ചയായിട്ടും 2026 BJPക്ക് 100-ലധികം സീറ്റ് അസമിൽ നേടാൻ സാധിക്കും എന്ന പ്രതീക്ഷയ്ക്ക് കൂടുതൽ ആഴം കൂട്ടുന്ന അല്ലെങ്കിൽ ശക്തി പകരുന്ന ഒരു കാര്യമായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഈ ടോട്ടൽ റിസൾട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരിപ്പണമാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അസമിൽ.